ഇന്നത്തെ യാത്ര കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലകളിലൊന്നായ പൊന്മുടി എന്ന ഹൈ റേഞ്ച് മേഖലയിലേക്കാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ട് ട്രിവാൻഡ്രത്ത് ഏക ഹൈ റേഞ്ച് മേഖല എന്നത് പൊന്മുടിയാണ്. മാത്രമല്ല, ഇത്രയും അധികം മഞ്ഞ് അനുഭവിക്കാൻ പറ്റിയ സ്ഥലവും പൊന്മുടിയാണ്. പൊന്മുടിയുടെ മറ്റൊരു പ്രത്യേകത, ഹൈ റേഞ്ച് പ്രദേശത്ത് ഇത്രത്തോളം മഞ്ഞും അതുപോലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ടീ പ്ലാന്റേഷൻസ് ഒരുപാടുള്ളത് ഇവിടെയാണ്. പൊന്മുടിയുടെ പ്രധാനപ്പെട്ട കാർഷിക വരുമാനം എന്ന് പറയുന്നത് തേയിലയാണ്. മാത്രമല്ല, ഈ ടീ പ്ലാന്റേഷൻ ഇവിടെ നിരവധി ഉള്ളതുകൊണ്ട് എസ്റ്റേറ്റ് നടത്തുന്ന ഒരുപാട് സംരംഭകരും അതുപോലെ വൻകിട എസ്റ്റേറ്റ് കമ്പനികളും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളും പൊന്മുടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് 57 കിലോമീറ്റർ മാറിയാണ് പൊന്മുടി ഹിൽ ടോപ്പ് വരുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് ഹിൽ ടോപ്പിന് സമീപത്തുള്ള മലഞ്ചെരുവിലാണ്. ഇവിടെ നിന്ന് ഹിൽ ടോപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. സാധാരണയായി ഞാൻ പലപ്പോഴും പൊന്മുടിയിൽ വന്നിട്ടുള്ളതാണ്. ആ സമയത്ത് എവിടെ നോക്കിയാലും നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. അകലെ നിന്നുള്ള മറ്റുള്ള മലകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കാലാവസ്ഥ, അതുപോലെ മഞ്ഞ്, ഇത് മാത്രമല്ല ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. വനവും അതുപോലെ ഒരുപാട് മരങ്ങളും അതുപോലെ ആകാശം മുട്ടുന്ന അത്രയും ഹൈറ്റിലുള്ള മലനിരകളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നത്തേത് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ വന്നത് മൺസൂൺ അനുഭവപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഈ പ്രത്യേകത, ഇവിടെ മുഴുവനും മഞ്ഞ് മൂടി കിടക്കുകയാണ്. പലപ്പോഴും ഈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ നവംബർ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇവിടെ വരാറുള്ളത്. അല്ലാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും കോടമഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ വരുമ്പോഴും മറ്റുള്ള മാസങ്ങൾ വരുമ്പോഴും തിരിച്ച് വൈകുന്നേരം മല ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇതുപോലെയുള്ള ഇത്രയും മഞ്ഞ് അനുഭവപ്പെടുന്നത്. ഇപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞിറങ്ങുന്ന വൈകുന്നേരം സമയങ്ങളിലാണ്. പക്ഷേ ഇവിടെ ഈ സമയത്ത് മഞ്ഞ് നമുക്ക് സാധിക്കും. കാരണം ഓഗസ്റ്റ് മാസം അവസാന സമയങ്ങളിലൊക്കെ നല്ല ക്ലൈമറ്റാണെങ്കിൽ ഇതുപോലെയുള്ള മഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മെയ് മാസമോ അല്ലെങ്കിൽ ജൂൺ മാസമോ ഇവിടെ ഇതുപോലെ വരണം. സാധാരണ കോടമഞ്ഞ് ഒരുപാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടത്തേക്ക് പാസ് ലഭിക്കുകയില്ല. രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് പൊന്മുടിയിലേക്ക് പ്രവേശിക്കാൻ പാസ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ശക്തമായ മഴയുള്ള ദിവസങ്ങളിലും ഇവിടത്തേക്ക് പാസ് ലഭിക്കുകയില്ല. ചെറിയൊരു മഴയുള്ള സമയത്താണ് ഇവിടെ വന്നത്. അപ്പോൾ പാസ് ലഭിക്കാൻ വേണ്ടി വളരെ നേരത്തെ വന്നു. കാരണം പിന്നീട് ഒരുപാട് മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് പാസ് ലഭിച്ചു. ഇന്ന് എൻറ്റയർ ആയിട്ട് ഒന്ന് ചുറ്റിക്കാണാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്രയും മഞ്ഞായതുകൊണ്ട് ഒരുപാട് കാണാൻ പറ്റിയില്ല. എന്നാലും മുമ്പ് വന്ന ഓർമ്മയിൽ കുറേ സ്ഥലങ്ങളിലേക്ക് നടന്നു. പക്ഷെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. 22 ഹെയർ പിൻ വളവുകളാണ്
പൊന്മുടിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഈ വളവുകൾ വരേണ്ടത്. ഞാൻ ഇവിടെ വരുന്നതിന് 2 ദിവസം മുമ്പേ വരെ ഇവിടെ ഒരു കാർ മറിഞ്ഞ് ഒരു അപകടം സംഭവിച്ചു. തിരിച്ച് ഇറങ്ങിയ സമയത്ത് അവസാനത്തെ ഹെയർപിൻ വളവായിട്ടുള്ള 22ാമത്തെ വളവ് അവിടെ എത്തിയപ്പോഴാണ് ഒരു വാഹനം മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. വളരെ ശ്രദ്ധിച്ച് വരേണ്ട ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മറ്റൊരു അപകടം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലത്താണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും താഴെ നിന്ന് ഈ 22 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ ഹിൽ ടോപ്പ് ആവും. അതിനെ പീക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ എത്താൻ ഏകദേശം 10 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ അത്രത്തോളം ഹൈറ്റിലാണ് ഈ പൊന്മുടി ഹിൽ ടോപ്പ് ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഇവിടെ വരുന്ന ആൾക്കാർ ഈ മൗണ്ടെയിൻ പീക്കിൻ്റെ അവിടെയാണ് സാധാരണ കൂടുതൽ നിൽക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കാൻ മാറി ആൾക്കാർ വലുതായിട്ട് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു ഞായറാഴ്ച ദിവസം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടിയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർ വളരെ ശബ്ദം കൂട്ടി വെച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് അവിടെ ആഘോഷങ്ങളും മറ്റും നടത്തുന്നത്. ഇവിടെ ടൂറിസ്റ്റ് വണ്ടിയിൽ പലയിടങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഒരുപാട് ശബ്ദം കൂട്ടി വെച്ച്, അതായത് ടൂറിസ്റ്റ് വാഹനത്തിൽ തന്നെ സർക്കാർ പറയുന്ന ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം അൺകൺട്രോളബിളായിട്ട് സൗണ്ട് കൂട്ടി വെച്ചാണ് അവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തലവേദന, മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരും. ഞായറാഴ്ചയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത്. അല്ലാതെ ശനിയാഴ്ചയൊക്കെ മുൻപ് ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ആൾക്കാർ വാഹനങ്ങളിൽ വന്ന് ബഹളം ഉണ്ടാക്കാറില്ല. കൂടുതലും ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ വാഹനങ്ങളിൽ വഴി വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഓഡിയോ സിസ്റ്റം എല്ലാം ഇങ്ങനെ സൗണ്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള വിഷ്വൽസ് ഞാൻ എടുക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇതുപോലെ മാറിയത്. ഇവിടെ നമുക്ക് നല്ല പ്രൈവസിയും ഉണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ആൾക്കാരങ്ങനെ ബഹളവും ഇല്ല. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആണ് ഈ വാഹനങ്ങൾ നിർത്തിയിട്ട്, അതായത് പീക്കിലാണ് നമുക്ക് ഇങ്ങനത്തുള്ള പ്രശ്നം അനുഭവപ്പെടുന്നത്. മെർക്കിൻസ്റ്റൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പൊന്മുടിയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ടീ പ്ലാന്റേഷൻസിൻ്റെ പട്ടികയിൽ വളരെ മുന്നിലാണ് മെർക്കിൻസ്റ്റൺ എസ്റ്റേറ്റ്. ഇവിടെ നിന്ന് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള തേയില വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ ഈ ദിവസം ഇവിടെ നിന്ന് തേയില വാങ്ങി. 1/2 കിലോ തേയിലയ്ക്ക് 100 രൂപയാണ്. തരിയുള്ള തേയിലയും ലഭിക്കും, തരിയില്ലാത്തതും ലഭിക്കും. തരിയുള്ളത് ചായക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് മുൻപേ ഇട്ടാൽ മാത്രമേ ആ തേയിലയുടെ അംശമൊക്കെ ഇളകി വരുള്ളൂ. രണ്ടും ചായക്ക് ഉപയോഗിക്കാൻ പറ്റും, തരിയുള്ളതും ഇല്ലാത്തതും. ഓക്കെ ഓക്കെ ഓ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് IIST സ്ഥാപിച്ച പൊന്മുടി ക്ലൈമറ്റ് ഒബ്സർവേറ്ററി, അതായത് PC ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ ഉള്ള ഒബ്സർവേറ്ററി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. അത് റെസ്ട്രിക്റ്റഡ് ആണ്. ക്ലൗഡ് ഇൻട്രാക്ഷൻസും എയറോൾ സെൽസിനെ കുറിച്ചൊക്കെ പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സമുദ്രനിരപ്പിന് 1000 അടി ഉയരത്തിലാണ് ഈ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ ഇപ്പോഴും
ഏ ഫോട്ടെ അങ്ങ് വരെ താഴെ വരാം. തിരിച്ചു പോകുന്ന വഴിയാണ്. ഇവിടെ ഞായറാഴ്ച കൊണ്ട് വലിയ ബ്ലോക്കൊക്കെയാണ്. എൻ്റെ സമീപത്തോടു കൂടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇവിടെ മാർച്ച് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇതൊരു മാർച്ച് നടത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന റെയിൻ റെയിൻ ഗോ അവേ അതുപോലെയാണ്. കാരണം UPയുടെ BJP വിദ്യാഭ്യാസ മന്ത്രി, അതായത് ഉത്തർപ്രദേശിലെ അവിടുത്തെ മന്ത്രി ഇതുപോലെ റെയിൻ റെയിൻ ഗോ അവേ നീക്കം ചെയ്യണം പടൗസിൽ നിന്ന് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഷേധമായിരിക്കാനാണ് സാധ്യത. നമ്മൾ ഈ ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇവിടെ മെർക്കിൻസ്റ്റൺ എസ്റ്റേറ്റ് റോഡാണ്. ഇവിടെ വഴിയോരത്ത് നമുക്ക് ഈ പറഞ്ഞ തേയില വാങ്ങിക്കാൻ സാധിക്കും. രാത്രി 7 മണി വരെ തേയില ഔട്ട്ലെറ്റ് പ്രവർത്തനമുണ്ട്. എനിക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റാത്ത കാരണം ഇവിടെ വലിയ മഴയുണ്ട്. അതുകൊണ്ട് പകർത്താൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കോ തിരിച്ച് വരുന്ന വഴിക്കോ എനിക്കത് വാങ്ങിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തരി ഉള്ളത് വളരെ നല്ലതാണ്. പക്ഷേ അത് തേയില ചായ ഇടുന്നതിന് മുമ്പേ ചൂടാക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കറയെല്ലാം ഇളകി വന്ന് കറക്റ്റ് രീതിയിൽ കിട്ടുള്ളൂ. നല്ല പൊടിച്ചു വെച്ചതുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ചായ ഇടുമ്പോൾ അവസാനം ഇട്ടാലും മതി. രണ്ടും രീതി വ്യത്യാസമാണ്. ഇതോടുകൂടി പൊന്മുടിയിൽ എൻ്റെ വ്ലോഗ് അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക.